ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി സോഫ്റ്റായ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ചപ്പാത്തി മാവിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ചേർക്കണം. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം പൊടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് നല്ല തിളച്ച വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അധികം ചൂടാറാതെ തന്നെ ആ മാവ് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കരുത്. നമുക്ക് പരത്താൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാവൂ. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് 5 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ അത് സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എത്ര നേരം വേണമെങ്കിലും എടുത്തു വെച്ചാൽ ഈ ചപ്പാത്തിക്ക് ഒരു ഹാർഡ്നെസ്സും ഉണ്ടായിരിക്കില്ല. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചട്ടിക്ക് നല്ല ചൂട് വേണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് 2 പുറവും ഇടയ്ക്കിടെ മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ വേവിക്കുമ്പോൾ ചപ്പാത്തി ഇടുമ്പോൾ തന്നെ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടാൻ പാടില്ല. ചപ്പാത്തി ഇറക്കുമ്പോൾ, അതായത് ചപ്പാത്തി നമ്മൾ ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ മാത്രമേ വെളിച്ചെണ്ണ പുരട്ടാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ചേർത്തിട്ട് ചപ്പാത്തി ചുട്ടെടുത്താൽ അത് ഹാർഡായി പോകും. വെളിച്ചെണ്ണ പുരട്ടി അധികം ചൂടാകാതെ തന്നെ നമുക്കൊന്ന് ചപ്പാത്തി ചട്ടിയിൽ നിന്ന് എടുക്കേണ്ടതാണ്.